ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഈവനിങ് ഒരു വീഡിയോ. ഉച്ചയുറക്കമായിട്ട് കിടക്കുക രണ്ടാൾക്കും ഇപ്പോൾ പഴംപൊരി വേണമെന്ന് പറഞ്ഞ് ഞാനത് ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ കയറുമായിരുന്നു. രണ്ടുപേരും വിളിച്ചു വൈകുന്നേരമായിട്ടും രണ്ടുപേരും അനക്കമില്ല. മഴയൊക്കെ ആയ കാരണം തണുപ്പത്ത് മൂടിപ്പോയിച്ച് നല്ല കിടപ്പാണ്. ഞാനപ്പോൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ആക്കിയിട്ട് പതുക്കെ വിളിക്കാമെന്ന് കരുതി. ഇവിടെ പിന്നെ പാൽ ചായ ആണ് കേട്ടോ വൈകുന്നേരം. രാവിലെ മാത്രമേ കട്ടൻ കുടിക്കാറുള്ളൂ, വൈകിട്ട് പാൽ ചായ വേണം. രണ്ടുപേർക്കും ബ്രൂ ഇട്ട കാപ്പി തന്നെ വേണം. എനിക്ക് സാധാ കാപ്പിപ്പൊടി ഇട്ട് ഞാൻ വെക്കാറുള്ളൂ, അമ്മയ്ക്ക് ചായപ്പൊടി. അങ്ങനെ പല പല ടൈപ്പിലാണ് വെക്കുന്നത്. അത് സെപ്പറേറ്റ് ഒഴിച്ചാണ് ഞാൻ അതുകൊണ്ട് വെക്കുന്നത്. അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോൾ രണ്ടാളും പതുക്കെ പഴംപൊരിയുടെ മണമൊക്കെ കേട്ട് എണീറ്റ് വന്നു. വഴക്ക് പറഞ്ഞ് വിളിച്ചവൻ്റെ വൈഷ്ണവ് ഇത്തിരി ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ കുറേ നേരം ആ ഒരു വഴക്കൊക്കെ ആയിട്ടിരുന്ന് പിന്നെ കുറേ നേരം ചിരിപ്പിക്കാനൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ക്യാമറയുടെ നേരെ വന്ന് നോക്കി ചിരിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര മടിയാണ് കിടന്നു കഴിഞ്ഞാൽ എണീക്കാൻ എന്നുള്ള കാര്യം. പിന്നെ തണുപ്പും കൂടി ആയാൽ പിന്നെ പറയണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ വൈഷ്ണവി ഒക്കെ ആയി, സെറ്റായി. അങ്ങനെ ചായയൊക്കെ കുടി കഴിഞ്ഞ് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി മഴ മാറിയോ എന്നൊക്കെ. കുറേ തുണികളൊക്കെ പുറത്ത് അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് വാവിന് മുമ്പുള്ള ഒരിക്കലല്ലേ, എല്ലാം കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഒന്നും ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായില്ല. എല്ലാം ഞാൻ പിന്നെ കുറച്ചൊക്കെ കൊണ്ടുപോയി അകത്തൊക്കെ കൊണ്ടുപോയി ഫാനിൻ്റെ അടിയിലിട്ടു. പിള്ളേരെപ്പോഴും ഫാനിട്ടിരിക്കണ കാരണം പിന്നെ അങ്ങനെ ഉണങ്ങിക്കോളും. മഴയൊക്കെ മാറി ഒന്ന് പതുക്കെ തെളിഞ്ഞു തുടങ്ങി. അപ്പോഴേക്കും ഞാൻ അട എന്തായി എന്നറിയാനായിട്ട് പാത്രം തുറന്ന് നോക്കിയപ്പോൾ ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. ഒന്നുകൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാലേ ശരിയാവുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് മൂടി വെച്ച് പകുതി വേവ് ആയത് ഒന്നും കൂടി മൂടി വെച്ച് ശരിക്കൊന്ന് വേവിച്ചെടുത്തു. വൈകിട്ട് നമ്മൾ വാവിൻ്റെ തലേന്ന് കരിക്കും ദാഹം വെക്കും. നിങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ഞങ്ങൾ പിന്നെ ചേർത്തലയിലാണെങ്കിലും ഞങ്ങൾ എറണാകുളത്തുകാരായത് കാരണം അത് ചെയ്യും. ഇവിടെ ആലപ്പുഴയിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അമ്മ കരിക്കൊക്കെ നേരത്തെ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചു. ഒരു കരിക്കേ വെക്കാറുള്ളൂ. പിന്നെ പിള്ളേർക്ക് കരിക്ക് ഇഷ്ടമായ കാരണം കരിക്ക് കൂടുതൽ മേടിച്ച്. അപ്പം അമ്മ വാങ്ങിയിട്ട് വന്ന മലരൊക്കെ ഇരുന്ന് വൃത്തിയാക്കുമായിരുന്നു. അതിൽ കുറച്ച് നെല്ലൊക്കെ ഉള്ളത് ക്ലിയർ ചെയ്ത് പിന്നെ സന്ധ്യാനാമം ചൊല്ലാൻ മൂന്നാളും കൂടി ഇരുന്നു. ഇത് ഡെയിലി ഉള്ള പതിവാണ്. എല്ലാ ദിവസവും അമ്മയും പിള്ളേരും കൂടി നാമം ചൊല്ലും. അത് മുടക്കാറില്ല. വൈഷ്ണവിയാണെങ്കിൽ തിരുമ്മി ബെഡ്ഷീറ്റൊക്കെ തിരുമ്മിയിട്ടപ്പോൾ വേറെ ഷീറ്റ് എടുത്ത് തന്നെത്താൻ വിരിക്കാൻ ട്രൈ ചെയ്യുക. ഞാനും കൂടി ഹെൽപ്പ് ചെയ്ത് അതൊക്കെ സെറ്റാക്കി. പിന്നെ കുറച്ച് നേരം പഠിക്കാനിരുന്നു. രണ്ടുപേർക്ക് എക്സാമാണ് മൺഡേ. മിഡ് ടൈം എക്സാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ വെറുതെ കളയരുതല്ലോ. കുറച്ചൊക്കെ ആയിട്ട് പഠിച്ച് പോർഷൻസൊക്കെ കവർ ചെയ്യാലോ എന്ന് കരുതി. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വൈഷ്ണവിയുടെ ഇലാൽബം എന്തായെന്നറിയാൻ നോക്കിയപ്പോൾ അതെല്ലാം കളറ് പോയി, പശയൊക്കെ ഒട്ടി പിടിച്ച് ഒരു നാശമായിപ്പോയി. കഷ്ടപ്പെട്ട് ചെയ്തതായിരുന്നു. ഞാൻ പിന്നെ ടീച്ചർക്ക് അയച്ചു കൊടുത്തപ്പോൾ ടീച്ചർ പറഞ്ഞു കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്, ഇനി വേറെ ചെയ്യാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഇതാണ് ഞങ്ങൾ കരിക്കും ദാഹം വെച്ചത്. ഇങ്ങനെയാണ് ഞങ്ങൾ വെക്കുന്നത് കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ? നമ്മളിത് കഴിഞ്ഞിട്ട് ഇത് പ്രസാദമായിട്ട് എടുത്ത് കഴിക്കുക ചെയ്യാം. അടയാണ് കഴിക്കുന്നത്. പിന്നെ അവലും മലരും ശർക്കരയും പഴവും കൂടി കുഴച്ച് അതും എടുത്ത് കഴിക്കും. വാവിൻ്റെ തലേദിവസം ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ വാവിൻ്റെ അന്ന് പെരിയിട്ട് അന്ന് നമ്മൾ വീത് വെച്ച് ഉച്ചയ്ക്ക് എല്ലാം ചെയ്യും. രാത്രിയായപ്പോൾ ഞങ്ങൾ ന്യൂസ് കാണുമായിരുന്നു. ഇപ്പോഴും ഒന്നും കഴിഞ്ഞിട്ടില്ല. 9:30 ആവാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.